അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഴിക്കോടിനെ യൂറോപ്യന്മാർ എങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്? നമ്മുടെ കോഴിക്കോടിനെ യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത് കാലിക്കട്ട് എന്നാണ് നമ്മുടെ യൂറോപ്യന്മാർ കോഴിക്കോടിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇനി അറബികൾ വിശേഷിപ്പിച്ചത് കാലിക്കൂത്ത് എന്നാണ് നമ്മുടെ അറബികള് കോഴിക്കോടിനെ വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. സാമൂതിരിയുടെ ആസ്ഥാനമായ ജില്ലയാണ് നമ്മുടെ കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല. ഏറ്റവും കുറവ് കർഷകരുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഏറ്റവും കുറവ് കർഷകരുള്ള ജില്ല കോഴിക്കോടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ലയാണ് കോഴിക്കോട്. നമ്മുടെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നും അതുപോലെ തന്നെ അറബികൾ കാലിക്കുത്ത് എന്നും വിശേഷിപ്പിച്ചത് നമ്മുടെ കോഴിക്കോടിനെയാണ്. സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്ന ജില്ലയായിരുന്നു കോഴിക്കോട്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഏറ്റവും കുറവ് കർഷകരുള്ള ജില്ലയാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ജില്ലയും കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപം ഉള്ള ജില്ലയും നമ്മുടെ കോഴിക്കോടാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് അത് കോഴിക്കോട് രാജവംശമാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് രാജവംശമാണ്. ആദ്യത്തെ കോളാവിരുദ്ധ ജില്ലയാണ് കോഴിക്കോട്. അപ്പൊ ആദ്യത്തെ കോളാവിരുദ്ധ ജില്ലയാണ് നമ്മുടെ കോഴിക്കോട്. കടത്തനാട് രാജവംശം ഭരണം നടത്തിയിരുന്ന ജില്ലയാണ് കോഴിക്കോട്. എന്നാണ് കോഴിക്കോട് ജില്ല രൂപീകരിച്ചത്? കോഴിക്കോട് ജില്ല രൂപീകൃതമായ വർഷം ഏതാണ്? കോഴിക്കോട് ജില്ല നിലവിൽ വന്ന വർഷമാണ് 1957 ജനുവരി 1. 1957 ജനുവരി 1 നമ്മുടെ കോഴിക്കോട് ജില്ല രൂപീകൃതമാകുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വിശപ്പുരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ വിശപ്പുരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരമായിട്ട് കണക്കാക്കുന്നത് കോഴിക്കോടിനെയാണ്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരമായിട്ട് കണക്കാക്കുന്നത് കോഴിക്കോടിനെയാണ്. ഈ മാനഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും കോഴിക്കോടാണ്. മാനഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സുഭിക്ഷ എന്ന പേരിൽ സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ച ജില്ലയും നമ്മുടെ കോഴിക്കോടാണ്. അപ്പൊ സുഭിക്ഷ എന്ന പേരിൽ സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ച ജില്ലയും നമ്മുടെ കോഴിക്കോടാണ്. മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ കോഴിക്കോട് എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്? തമിഴ്നാട്ടിൽ കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത് കള്ളിക്കോട്ടെ എന്നാണ് നമ്മുടെ തമിഴ്നാട്ടിൽ കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ചൈനക്കാർ നമ്മുടെ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കാലിഫോ എന്നാണ്. അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ കള്ളിക്കോട്ടെ എന്നും അതുപോലെ തന്നെ നമ്മുടെ ചൈനയില് കാലിഫോ എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോഴിക്കോട്. അപ്പൊ നമ്മുടെ വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയ വർഷം ഏതാണ്? വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം ഏതാണ്? അത് 1498 മെയ് 20 നമ്മുടെ കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നത്. ഇത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തനായിനി കടപ്പുറത്തെ കാപ്പാട് എന്ന സ്ഥലത്ത് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അപ്പൊ ചേമഞ്ചേരി പഞ്ചായത്തിലാണ്, പന്തലായിനി കടപ്പുറത്താണ്, കാപ്പാട് എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കാപ്പാടാണ്. അപ്പൊ വാസ്കോഡ ഗാമ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാപ്പാടാണ്. എന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? അത് 1792 അതുപോലെ തന്നെ മലബാർ ബ്രിട്ടീഷ് അധീനതയിലായ വർഷം ഏതാണ്? അതും 1792 തന്നെയാണ്. ഈ ഫറോക്ക് പട്ടണം പണികഴിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ ടിപ്പു സുൽത്താനാണ്.
ടിപ്പു സുൽത്താന്റെ ഭരണനാളുകളിൽ നമ്മുടെ ഫറൂഖ് പട്ടണം അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഭരണനാളുകളിൽ ഫറൂഖ് പട്ടണം അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറൂഖാബാദ്. ഫറൂഖാബാദ്. ഫറൂഖാബാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫറൂഖാബാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥമാണ് വിജയത്തിന്റെ നഗരം. വിജയത്തിന്റെ നഗരം എന്നാണ് നമ്മുടെ ഫറൂഖാബാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഫറൂഖാബാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിജയത്തിന്റെ നഗരം. തച്ചോളി ഒതേനന്റെ ജന്മസ്ഥലം എവിടെയാണ്? തച്ചോളി ഒതേനന്റെ ജന്മസ്ഥലം എവിടെയാണ്? അത് വടകരയാണ്. വടകരയിലാണ് നമ്മുടെ തച്ചോളി ഒതേനന്റെ ജന്മസ്ഥലം. വടകരയാണ്. അതുപോലെ തന്നെ പഴയ കാലത്ത് കോവിൽക്കണ്ടി എന്നും പന്തലായിനി എന്നും കൊല്ലം എന്നൊക്കെ പന്തലായിനി കൊല്ലം എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊയിലാണ്ടി. അപ്പം നമ്മുടെ പ്രാചീന കാലത്ത് കോവിൽക്കണ്ടി എന്നും അതുപോലെ കൊയിലാണ്ടി എന്ന് പറയുന്നത്. അപ്പൊ കോഴിക്കോട് സാമൂതിരിയുടെ ഭരണം അവസാനിച്ച വർഷം ഏതാണ്? കോഴിക്കോട്ട് നമ്മുടെ സാമൂതിരിയുടെ ഭരണം അവസാനിച്ച വർഷം ഏതാണ്? അത് 1766 അപ്പൊ നമ്മുടെ പ്രാചീന കാലത്ത് കോവിൽക്കണ്ടി എന്നും പന്തലായിനി കൊല്ലം എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊയിലാണ്ടി. അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരിയുടെ ഭരണം അവസാനിച്ച വർഷമാണ് 1766. സാമൂതിരി ഭരണം കോഴിക്കോട് അവസാനിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൈദരലിയുടെ മലബാർ ആക്രമണമാണ്. അപ്പൊ സാമൂതിരി ഭരണം കോഴിക്കോട് അവസാനിക്കാനുണ്ടായ പ്രധാന കാരണമാണ് ഹൈദരലിയുടെ മലബാർ ആക്രമണം. ഹൈദരലിയെ പാലക്കാട്ടേക്ക് ക്ഷണിക്കുകയും കോട്ട കെട്ടാൻ സഹായം നൽകുകയും ചെയ്ത രാജാവാരായിരുന്നു? ഹൈദരലിയെ പാലക്കാട്ടേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ കോട്ട കെട്ടാൻ സഹായം നൽകുകയും ചെയ്ത രാജാവാണ് കോമി അച്ഛൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വടക്കൻ പാട്ടുകൾക്ക് പ്രസിദ്ധമായ പ്രദേശം ഏതാണ്? കോഴിക്കോട് ജില്ലയില് വടക്കൻ പാട്ടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വടക്കൻ പാട്ടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കടത്തനാട് എന്ന് പറയുന്നത്. കടത്തനാട്. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ വടക്കൻ പാട്ടുകൾക്ക് പ്രസിദ്ധമായ പ്രദേശമാണ് കടത്തനാട്. അതുപോലെ തന്നെ കോഴിക്കോട്ട് നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പരുത്തി വസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കോഴിക്കോട്ട് നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പരുത്തി വസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കാലിക്കോ എന്നാണ് കോഴിക്കോട്ട് നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പരുത്തി വസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖിലാഫത്ത് സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി കേരളത്തിൽ എത്തിയ വർഷം ഏതാണ്? കേരളത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് എത്തിയത് 1920. ഇനി കേരളത്തിൽ ഗാന്ധിജി ആദ്യമായി പ്രസംഗിച്ച മൈതാനം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി പ്രസംഗിച്ച മൈതാനമാണ് നമ്മുടെ മുതലക്കുളം മൈതാനം. അതുപോലെ തന്നെ 1934 കോഴിക്കോട് വെച്ച് ഹരിജൻ ഫണ്ടിലേക്കായി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്കായി ഊരി നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനിയായതായിരുന്നു? അത് കൗമുദി ടീച്ചറാണ്. ഗാന്ധിജി ഹരിജൻ എന്ന പത്രത്തിന് കൗമുദി ടീച്ചറെ കുറിച്ച് എഴുതിയ ലേഖനം എന്താണ്? ഗാന്ധിജി ഹരിജൻ എന്ന പത്രത്തിൽ കൗമുദി ടീച്ചറെ കുറിച്ച് എഴുതിയ ലേഖനമാണ് അത് കൗമുദിക്ക് ത്യാഗ് എന്നാണ്. അപ്പൊ ഗാന്ധിജി ഹരിജൻ എന്ന പത്രത്തിൽ കൗമുദി ടീച്ചറെ കുറിച്ച് എഴുതിയ ലേഖനമാണ് കൗമുദിക്ക് ത്യാഗ് എന്ന് പറയുന്നത്. അപ്പൊ സാമൂതിരിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണടാ? സാമൂതിരിയുടെ നഗരം എന്നറിയപ്പെടുന്നത് അത് കോഴിക്കോടാണ്. അപ്പൊ സാമൂതിരിയുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യത്തിന്റെ തുറമുഖം, കോക്ക് ഫോർട്ട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കോഴിക്കോടാണ്. അപ്പൊ സാമൂതിരിയുടെ നഗരം, അതോടൊപ്പം തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം, സത്യത്തിന്റെ തുറമുഖം, കോക്ക് ഫോർട്ട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കോഴിക്കോടാണ്. ഇനി ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെട്ടിരുന്നത് അത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു? അത് വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആരെയാണ്? അത് കെ കേളപ്പനാണ്. ഇനി പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എന്നറിയപ്പെടുന്നത് അത് PT ഉഷയാണ്. ഇനി അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? എന്നറിയപ്പെടുന്നത് ആരെയാണ്?
അത് എസ് കെ പൊറ്റക്കാടാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്നത് അത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ബേപ്പൂർ പുഴ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ബേപ്പൂർ പുഴ അത് ചാലിയാറാണ്. അപ്പം ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ, കേരള ഗാന്ധി കെ കേളപ്പൻ, പയ്യോളി എക്സ്പ്രസ് പി.ടി. ഉഷ, അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാട്. അതോടൊപ്പം തന്നെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെട്ടിരുന്നത് ചാലിയാറാണ്. ഓക്കെ ആണോടാ ഇത്തരം പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി നമ്മുടെ ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഏതാണ്? ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഏതാണ്? അത് ഫറൂഖാണ് നമ്മുടെ ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം. തടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? അത് കല്ലായിയാണ്. അപ്പൊ ഓട് വ്യവസായത്തിനാണെങ്കിൽ ഫറൂഖും, തടി വ്യവസായത്തിനാണെങ്കിൽ കല്ലായി. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നല്ലളമാണ്. നല്ലളം കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്ത് ഏതാണ്? പഞ്ചായത്താണ് പെരുമണ്ണ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ജലനയം നടപ്പിലാക്കിയ പഞ്ചായത്താണ് പെരുമണ്ണ. എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് കൂതാളി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് കൂതാളി എന്ന് പറയുന്നത്. എല്ലാ വർഷവും കന്നുകാലി ചന്ത നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഓർക്കാട്ടേരിയിലാണ്. അപ്പം എല്ലാ വർഷവും കന്നുകാലി ചന്ത നടക്കുന്നത് ഓർക്കാട്ടേരിയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ജനകീയ പങ്കാളിത്തത്തോടെ കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിച്ച സ്ഥലം ഏതാണ്? അത് ഒളവണ്ണയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ജനകീയ പങ്കാളിത്തത്തോടെ കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിച്ച സ്ഥലമാണ് ഒളവണ്ണ എന്ന് പറയുന്നത്. ഒളവണ്ണ മോഡൽ എന്ന പേരിൽ കുടിവെള്ള വിതരണ പദ്ധതി വളരെ പ്രസിദ്ധമായിരുന്നു. അതുപോലെ തന്നെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് കുറ്റ്യാടി പദ്ധതിയാണ്. കുറ്റ്യാടി പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1972 അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ നാളികേര ഉദ്യാനം സ്ഥാപിച്ചത് എവിടെയാണ്? കുറ്റ്യാടിയിലാണ്. അപ്പം ഈ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി നിലവിൽ വന്നത് 1972. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ നാളികേര ഉദ്യാനം സ്ഥാപിച്ചത് കുറ്റ്യാടിയിലാണ്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പെരുവണ്ണാമൂഴി. അപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പെരുവണ്ണാമൂഴി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് പെരുവണ്ണാമൂഴിയിലാണ്. മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും പെരുവണ്ണാമൂഴിയിലാണ്. അപ്പം പെരുവണ്ണാമൂഴിയിൽ എന്തൊക്കെയാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായിട്ട് വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അതും പെരുവണ്ണാമൂഴിയിലാണ്. അതുപോലെ തന്നെ മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പെരുവണ്ണാമൂഴിയിലാണ്. ഇനി മാറാട് കലാപം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 2003 മെയ് 2 മാറാട് കലാപം നടന്നത് 2003 മെയ് 2. മാറാട് കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? കമ്മീഷനാണ് തോമസ് പി ജോസഫ് കമ്മീഷൻ. ഇനി ബേപ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. ഇനി ബേപ്പൂർ പട്ടണത്തെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ടിപ്പു സുൽത്താനാണ്. അപ്പം ബേപ്പൂർ പട്ടണത്തെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്. ഉരു നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ഉരു നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? അത് ബേപ്പൂരാണ്. ഉരു നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. മിഠായി
തെരുവ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ടിരുന്ന പേര് എങ്ങനെയായിരുന്നു? അത് SM സ്ട്രീറ്റ് എന്നാണ്. അപ്പം SM സ്ട്രീറ്റ് എന്നാണ് നമ്മുടെ മിഠായി തെരുവ് പൊതുവെ അറിയപ്പെടുന്നത്, SM സ്ട്രീറ്റ്. അതുപോലെ തന്നെ SK പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന്റെ ഇതിവൃത്തമായ സ്ഥലം ഏതാണ്? SK പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന് ഇതിവൃത്തമായ സ്ഥലമാണ് മിഠായി തെരുവ്. അതുപോലെ തന്നെ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിന്റെ പശ്ചാത്തലമായ നദി ഏതാണ്? SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിന്റെ പ്രമേയമായിട്ടുള്ള നദി ഏതാണ്? അത് ഇരുവഴിഞ്ഞിപ്പുഴയാണ്. ഇത് കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ തന്നെ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന നദിയാണ് കോരപ്പുഴ. ഇതും കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ദുലേഖ എന്ന നോവൽ അച്ചടിച്ച പ്രസ്സാണ് സ്പെക്ടേറ്റർ പ്രസ്, കോഴിക്കോട്. 1889ലാണ്. 1889ലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ദുലേഖ അച്ചടിച്ച പ്രസ്സാണ് സ്പെക്ടേറ്റർ പ്രസ്. അത് 1889ലാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക അറിയപ്പെടുന്ന പേരെന്താണ്? അത് സ്വതന്ത്ര ഭാരതമാണ്. കടലാമകളുടെ മുട്ടയിടൽ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ കടൽ തീരം ഏതാണ്? കടലാമകളുടെ മുട്ടയിടൽ കേന്ദ്രം എന്ന രീതിയിൽ പ്രസിദ്ധമായ കടൽ തീരമാണ് കൊളാവി പാലം, കൊളാവി കടൽ തീരം. ഇവിടെ ഒലിവ് റിഡ്ലി എന്ന ഇനം ആമയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊളാവി പാലത്ത് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് തീരം. അപ്പൊ ഒലിവ് റിഡ്ലി എന്ന ഇനം ആമകളുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊളാവി പാലത്ത് രൂപപ്പെട്ട സംഘടനയാണ് തീരം എന്ന് പറയുന്നത്. കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതം അത് മലബാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതമായിട്ട് കണക്കാക്കുന്നത്. ഇനി മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? 2010ലാണ് മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. 2010ലാണ് മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. മലബാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അത് കക്കയം വന്യജീവി സങ്കേതമാണ്. മലബാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കക്കയം വന്യജീവി സങ്കേതം. ഇനി ചാലിയം കോട്ട നിർമ്മിച്ചതാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ചാലിയം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ട ഏതാണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. കോഴിക്കോട്ടെ പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വെള്ളിയാംകല്ല് എന്ന് പറയുന്നത്. അപ്പൊ കോഴിക്കോട്ടെ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വെള്ളിയാംകല്ല്. M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ പരാമർശിക്കുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചാലും അതും വെള്ളിയാംകല്ലാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രവും നോവലിൽ പ്രതിപാദിക്കുന്ന സ്ഥലവും വെള്ളിയാംകല്ലാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഏതാണ്? അത് നമ്മുടെ കാപ്പാടാണ്. അന്താരാഷ്ട്ര പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് കാപ്പാട് എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന ജില്ല ഏതാണ്? 3G സംവിധാനം നിലവിൽ വന്ന ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് ജില്ല. ഏത് വർഷമാണെന്ന് അറിയാമോടാ? കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇത് ഏത് വർഷമാണെന്ന് അറിയാമോ? 2010ലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട്. 2010ലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച ജില്ലയാണ് നമ്മുടെ കോഴിക്കോട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ ജില്ലയും നമ്മുടെ കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായ ജില്ല ഏതാണ്? കോഴിക്കോട്. ഏത് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്? ഏത് വർഷമാണ്? 1973ലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്.
കോഴിക്കോട് ജില്ലയില്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരമാണ് നമ്മുടെ കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഈ ടോയ്ലറ്റ് ആരംഭിച്ച ജില്ലയും നമ്മുടെ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ ടോയ്ലറ്റ് ആരംഭിച്ച ജില്ലയും കോഴിക്കോടാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട്. 2010 അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച ജില്ലയാണ് കോഴിക്കോട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ കോഴിക്കോട്. ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായ ജില്ലയും കോഴിക്കോടാണ്. ഏത് വർഷമാണെടാ കോഴിക്കോട് ഈ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്? അത് 1973 1973. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ ടോയ്ലറ്റ് ആരംഭിച്ച ജില്ലയും കോഴിക്കോടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കുന്നമംഗലം കോഴിക്കോട്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കുന്നമംഗലം കോഴിക്കോട്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിതമാകുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കുന്നമംഗലം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? അത് വെള്ളിമാട് കുന്ന്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ അല്ല കേരളത്തിലെ തന്നെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് വെള്ളിമാട് കുന്ന്. ഇ.ടി. അച്യുതൻ ഓർത്തോസ് മലബാറിക്കസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇ.ടി. അച്യുതൻ ഓർത്തോസ് മലബാറിക്കസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാലിയത്താണ്. അപ്പം ഇ.ടി. അച്യുതൻ ഓർത്തോസ് മലബാറിക്കസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാലിയത്താണ്. കേരളത്തിൽ ആദ്യമായി വാട്ടർ കാർഡ് സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി വാട്ടർ കാർഡ് സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ കാർഡ് സമ്പ്രദായം ആരംഭിച്ചത് കുന്നമംഗലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം നിലവിൽ വന്നതും കുന്നമംഗലമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ കാർഡ് സംവിധാനം ആരംഭിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ ജല മ്യൂസിയം ആയിട്ടും അറിയപ്പെടുന്നതും നമ്മുടെ കുന്നമംഗലമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വൈഫൈ സർവകലാശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വൈഫൈ സർവകലാശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വൈഫൈ സർവകലാശാല എന്നറിയപ്പെടുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയാണ്. ഈ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് 1968 കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. കോഴിക്കോടിനെ കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ബാരിയർ ഫ്രീ കോഴിക്കോട്. അപ്പൊ നമ്മുടെ കോഴിക്കോടിനെ കേരളത്തിലെ തന്നെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ബാരിയർ ഫ്രീ കോഴിക്കോട്. സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഏതാണ്? ഏതാന്ന് ചോദിച്ചാൽ അത് ഊരാളുങ്കൽ സൈബർ പാർക്കാണ്. അപ്പൊ സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ് ഊരാളുങ്കൽ സൈബർ പാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അത് കടലുണ്ടി വള്ളിക്കുന്നാണ്. കമ്മ്യൂണിറ്റി റിസർവ് ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആണ് ഹൈമവതി തായാട്ട്. ഇവര് കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആണ് ഹൈമവതി തായാട്ട്. ഇവര് കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് കുറ്റ്യാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമമാണ് കുറ്റ്യാടി.
ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ആണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വൈഫൈ സർവകലാശാല ഏതാണ്? അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വൈഫൈ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന വർഷമാണ് 1968. 1968. കോഴിക്കോടിനെ കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കോഴിക്കോടിനെ കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അതേതാണ്? ബാരിയർ ഫ്രീ കോഴിക്കോടാണ്. ബാരിയർ ഫ്രീ കോഴിക്കോടാണ്. കോഴിക്കോടിനെ കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ജില്ലയാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ബാരിയർ ഫ്രീ കോഴിക്കോട്. സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഏതാണ്? സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഏതാണ്? സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ് ഊരാളുങ്കൽ സൈബർ പാർക്ക് എന്നറിയപ്പെടുന്നത്. ഊരാളുങ്കൽ സൈബർ പാർക്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ ആരാണ്? അത് ഹൈമവതി തായാട്ടാണ്. ഇവര് കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമം ഏതാണ്? അത് നമ്മുടെ കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ആണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. അപ്പം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ആണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിലാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ്. ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി. ബാലുശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഏതാണ്? അത് ഇരിങ്ങലാണ്. ഇരിങ്ങലാണ് കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അവയവദാന ഗ്രാമം എന്ന് ചോദിച്ചാലും അതും ചെറുകുളത്തൂരാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം എന്നറിയപ്പെടുന്നത് ബാലുശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇരിങ്ങലാണ്. കേരളത്തിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം എന്നറിയപ്പെടുന്നത് ചെറുകുളത്തൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ഏതാണ്? അത് ബാലുശ്ശേരിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം എന്ന് ചോദിച്ചാലോടാ, കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഇരിങ്ങലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചെറുകുളത്തൂരാണ്. ചെറുകുളത്തൂരാണ്. നമ്മുടെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.
അപ്പൊ നമ്മുടെ ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂരാണ്. അതുപോലെ തന്നെ PT ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിന്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് അതും കോഴിക്കോടാണ്. ഇനി എന്നാൽ കേരളത്തിന്റെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. 1923 മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ച വ്യക്തി ആരാണ്? 1923 മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ച വ്യക്തിയാണ് KP കേശവമേനോൻ. അപ്പം 1923 മാതൃഭൂമി പത്രം കോഴിക്കോട് ജില്ലയിൽ നിന്നും ആരംഭിച്ച വ്യക്തിയാണ് KP കേശവമേനോൻ. അപ്പം നമ്മുടെ 1898 ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ആരംഭിച്ച വ്യക്തി ആരാണ്? 1898 ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചതാരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. 1898 നമ്മുടെ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ജില്ലയിൽ നിന്നും ആരംഭിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ മൂന്നാമത്തെ IT ഹബ്ബ് ഏതാണ്? അത് കോഴിക്കോട് UL സൈബർ പാർക്കാണ്. അപ്പൊ നമ്മുടെ കോഴിക്കോട് UL സൈബർ പാർക്കാണ് നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ IT ഹബ്ബ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ IT ഹബ്ബാണ് നമ്മുടെ കോഴിക്കോട് UL സൈബർ പാർക്ക് എന്ന് പറയുന്നത്. കോഴിക്കോട് UL സൈബർ പാർക്ക് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഉറുമി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉറുമി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉറുമി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന. ഉറുമി പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ചൈന. നമ്മുടെ കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാക്കനാർപുരം കോഴിക്കോടാണ്. അപ്പൊ നമ്മുടെ കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാക്കനാർപുരം കോഴിക്കോടാണ്. അതുപോലെ തന്നെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലെങ്കിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത നഗര പദ്ധതി ഏതാണ്? നമ്മുടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത പദ്ധതി ഏതാണ്? അത് ഓപ്പറേഷൻ സുലൈമാനിയാണ്. ഓപ്പറേഷൻ സുലൈമാനി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്. ഓപ്പറേഷൻ സുലൈമാനി ആരംഭിച്ചത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. ഓപ്പറേഷൻ സുലൈമാനി ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. നമ്മുടെ IIM-ന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് കുന്നമംഗലത്താണ്. അത് നമ്മുടെ IIM-ന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ കുന്നമംഗലത്താണ്. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ്. അത് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ്. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോടല്ല കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്യാൻസർ ഹോസ്പിറ്റൽ ആണ് കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായിട്ട് നേരത്തെ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയായിട്ട് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഇപ്പം പെരിയാറാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ പെരിയാറിന് മുമ്പായിരുന്നെങ്കിൽ ചാലിയാറായിരുന്നു. അപ്പൊ ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമായ കമ്പനി ഏതായിരുന്നു? നമ്മുടെ ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമായിട്ടുള്ള
കമ്പനി ഏതായിരുന്നു? അത് മാവൂർ ഗോളിയോർ റയോൺസ് ആണ്. മാവൂർ ഗോളിയോർ റയോൺസ് ആണ്. ഇനി മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. ഇരുവഴിഞ്ഞിപ്പുഴ. അപ്പൊ മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അപ്പൊ കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏതാണ്? അത് നമ്മുടെ കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴയാണ്. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് വയലാടെയാണ്. കോഴിക്കോട് ജില്ലയിലെ വയലാടെയാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്. അപ്പം മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നമ്മുടെ വയലാടെയാണ്. കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയലാടെയാണ്. അത് കോഴിക്കോട് ജില്ലയിലാണ്. ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അരങ്ങേറിയ സംഭവം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലബാറിൽ അരങ്ങേറിയ കലാപം ഏതാണ്? സംഭവം ഏതാണ്? അത് കീഴരിയൂർ ബോംബ് കേസാണ്. ഏത് വർഷമാണ്? 1942ലാണ്. 1942ലാണ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇരിങ്ങലാണ്. ഇരിങ്ങൽ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ്. അത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിനെ ശില്പനഗരമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കോഴിക്കോടിനെ ശില്പനഗരമായി പ്രഖ്യാപിച്ച വർഷമാണ് 2012 ജൂൺ 7. 2012 ജൂൺ 7-നാണ് നമ്മുടെ കോഴിക്കോടിനെ ശില്പനഗരമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാണ് കോഴിക്കോടിനെ ശില്പനഗരമായിട്ട് പ്രഖ്യാപിച്ചത്? 2012 ജൂൺ 7-നാണ്. 2012 ജൂൺ 7-നാണ് നമ്മുടെ കോഴിക്കോടിനെ ശില്പനഗരമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? അത് കുന്തലതയാണ്. കുന്തലതയുടെ രചയിതാവ് ആരാടാ? കുന്തലതയുടെ രചയിതാവ് ആരാണ്? കുന്തലത എന്ന നോവലിന്റെ രചയിതാവാണ് അപ്പു നെടുങ്ങാടി. ഈ അപ്പു നെടുങ്ങാടി കോഴിക്കോട് സ്വദേശിയാണ്. ഇനി നമ്മുടെ വി കെ കൃഷ്ണമേനോനും നമ്മുടെ കോഴിക്കോട് സ്വദേശിയാണ്. വടക്കൻ കേരളത്തിൽ നിന്നുള്ള വീരനായകൻ എന്നറിയപ്പെടുന്നത് തച്ചോളി ഒതേനനാണ്. തച്ചോളി ഒതേനനാണ് നമ്മുടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള വീരനായകൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? അത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇദ്ദേഹവും കോഴിക്കോട് സ്വദേശിയാണ്. പ്രശസ്ത സാഹിത്യകാരനും അതുപോലെ തന്നെ യാത്രാ വിവരണ ഗ്രന്ഥകനുമായ നമ്മുടെ എസ് കെ പൊറ്റക്കാട് കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ തന്നെ നമ്മുടെ 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരായിരുന്നു? 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരായിരുന്നു? അത് പി വത്സലയുമാണ്. പി വത്സലയും കോഴിക്കോട് സ്വദേശിയാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? അത് പി ടി ഉഷയാണ്. ഏത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്? ഏത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്? അത് നമ്മുടെ 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. അപ്പൊ നമ്മുടെ മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ കോഴിക്കോട് ജില്ല വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ മലയാള പത്രപ്രവർത്തന ചരിത്രത്തില് കോഴിക്കോട് ജില്ല വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. കേരള പത്രിക സ്ഥാപിച്ച ജില്ല ഏതാണ്? കേരള പത്രിക പ്രസിദ്ധീകരിച്ച ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ്. കോഴിക്കോടാണ്. 1884-ലാണ് കേരള പത്രിക പ്രസിദ്ധീകരിക്കുന്നത്. കേരള പത്രിക പ്രസിദ്ധീകരിക്കുന്നത് 1884-ലാണ്. അതുപോലെ തന്നെ കേരള പത്രികയുടെ സ്ഥാപകൻ ആരാണ്? കേരള പത്രികയുടെ സ്ഥാപകൻ ആരാണ്? അത് നമ്മുടെ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് കേരള പത്രികയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. അപ്പൊ നമ്മുടെ കേരള പത്രിക പ്രസിദ്ധീകരിച്ച വർഷമാണ് 1884. കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ സ്ഥാപകനാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. അതുപോലെ തന്നെ കേരള സഞ്ചാരി, ഭാരതവിലാസം എന്നീ പത്രങ്ങൾ ആരംഭിച്ച സ്ഥലവും കോഴിക്കോടാണ്. അപ്പൊ എന്താണ്? കേരള സഞ്ചാരി, ഭാരതവിലാസം എന്നീ പത്രങ്ങൾ ആരംഭിച്ച
ആരംഭിച്ച സ്ഥലവും നമ്മുടെ കോഴിക്കോടാണ്. കേരള സഞ്ചാരി, ഭാരതവിലാസം, കേരള സഞ്ചാരി, ഭാരതവിലാസം എന്നീ പത്രങ്ങൾ ആരംഭിച്ച സ്ഥലവും കോഴിക്കോടാണ്. കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? അത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായരെയാണ് നമ്മൾ കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരിനെയാണ്. അപ്പൊ നമ്മുടെ ഈ കോഴിക്കോട് ജില്ല പറഞ്ഞത് ഓക്കെ ആണോടാ? എല്ലാവർക്കും ഓക്കെ ആണോ? അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് കുളിമാടാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് കുളിമാടാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന പറയടാ. ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഓട് വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം അത് ഫറൂഖാണ്. തടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? തടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം അത് കല്ലായിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? അത് നല്ലളമാണ്. എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് കൂതാളിയാണ്. നമ്മുടെ എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് കൂതാളി. അതുപോലെ തന്നെ നമ്മുടെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. ഏത് വർഷമാണെടാ? 1972ലാണ്. 1972ലാണ്. ഇനി അതിരാണി പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിരാണി പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് എസ് കെ പൊറ്റക്കാടാണ്. നമ്മുടെ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനെയാണ്. നമ്മുടെ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ ആ കപ്പലിന്റെ പേരെന്താടാ? വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താടാ? അത് സെന്റ് ഗബ്രിയേലാണ്. എന്നാണ് നമ്മുടെ വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് എത്തിയത്? വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് എത്തിയത് ഏത് വർഷമാണടാ? 1498 മെയ് 20-നാണ്. 1498 മെയ് 20-നാണ്. ഇനി നമ്മുടെ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നായിരുന്നു? ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഏതായിരുന്നു? അത് 1920-ലാണ്. തമിഴ്നാട്ടിൽ നമ്മുടെ കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? തമിഴ്നാട്ടിൽ നമ്മുടെ കോഴിക്കോട് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് കള്ളിക്കോട്ടൈ എന്നാണ് നമ്മുടെ തമിഴ്നാട്ടിൽ കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാലിപ്പോ എന്നറിയപ്പെട്ടിരുന്നത് എവിടെയായിരുന്നു? അത് ചൈനയിലാണ്. കാലിപ്പോ എന്നറിയപ്പെട്ടിരുന്നത് ചൈനയിലാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കടലുണ്ടിയാണ്. കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ഇന്ന് നമുക്ക് നിർത്തിയാലോ? അപ്പം താങ്ക് യു ഓൾ.